PV അൻവറിനെ സന്ദർശിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരസ്യമായി തള്ളി UDF നേതൃത്വം. അർദ്ധരാത്രി പോയി ചർച്ച നടത്തുന്നത് മുന്നണിയുടെ രീതിയല്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. കൂടിക്കാഴ്ച തെറ്റെന്നും അനുനയത്തിന് ജൂനിയർ MLA ചുമതലപ്പെടുത്തുമോ എന്നും VD സതീശൻ ചോദിച്ചു. ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. വിശദീകരണം ചോദിക്കേണ്ടത് ഞാനല്ല. പോകാൻ പാടില്ല. UDF നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു. ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല. വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ അവനെ ശാസിക്കും നേരിട്ട്. മറ്റേ സംഘടനാപരമായിട്ടല്ല. അവനോട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു. അത് അയാൾ തന്നെ പോയതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്കൊന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. മത്സരിക്കുമെന്ന് PV അൻവർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള കൂടിക്കാഴ്ച ഗതികേട് എന്നാണ് LDFന്റെ പരിഹാസം. വളരെ കുറെ കൂടി വ്യക്തമായി കോൺഗ്രസ് തുറന്നു കാട്ടപ്പെടുകയാണ്, UDFും തുറന്നു കാട്ടപ്പെടുകയാണ്. ശക്തമായ ഒരു രാഷ്ട്രീയ മത്സരം വന്നു കഴിഞ്ഞ സന്ദർഭത്തിൽ എല്ലാ ഹീനമായ വഴികളും ആശ്രയിക്കുന്നതിന് വേണ്ടി അവർ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത്. പുറത്ത് വലിയ രൂപത്തിൽ വെല്ലുവിളികൾ നടത്തുന്ന ആളുകൾ ആ വെല്ലുവിളി പോലെ തന്നെ കാര്യങ്ങൾ വരുമ്പോൾ എത്രമാത്രം ഭയചകിതരായി മാറുന്നുണ്ട് എന്നതിൻ്റെ കൂടി തെളിവായിട്ടാണ് കാണേണ്ടത്. ഞങ്ങളതിനെ രാഷ്ട്രീയ സമരമായി തന്നെയാണ് കാണുന്നത്. ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി നിലമ്പൂരിന്റെ ഭാഗമായി തന്നെയുള്ള സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ജനങ്ങളാകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അത് ഏറ്റെടുത്തിരിക്കുന്നു. നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ കൊണ്ടുപോകുന്നത്. വിപിൻ സി വിജയനുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി നിലമ്പൂരിൽ നിന്ന്. വിപിൻ, UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും കൂട്ടത്തോടെയും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളുന്നുണ്ട്. തെറ്റുപറ്റി എന്ന് പാർട്ടി പറഞ്ഞാൽ അത് തെറ്റു തന്നെയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊഴിയുന്നത്. ഇത് വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ച എന്നാണ് കരുതേണ്ടത് വിപിൻ? ഉന്മേഷ്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം അതൊരു പുതിയ രാഷ്ട്രീയ ചലനമായി. കാരണം UDFിലേക്ക് ഉണ്ടാകുകയില്ല എന്ന് ഇന്നലെ രാവിലെയായിരുന്നു PV അൻവർ പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും വേണ്ട എന്നുള്ളത് UDFും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഇന്നലെ രാത്രി പക്ഷേ ഒരു 11 മണിക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന PV അൻവറിൻ്റെ ഒതായിലുള്ള വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം 1 മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. ഒപ്പം അത് ഇടതുപക്ഷ പ്രൊഫൈലുകളിലായിരുന്നു കൂടുതലായും ആ ദൃശ്യങ്ങൾ രാത്രി തന്നെ വരികയൊക്കെ ചെയ്തത്. ഇപ്പോൾ അതിനുള്ളൊരു വിശദീകരണം അത് വ്യക്തിപരമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ തീർത്തും വ്യക്തിപരമാണ് എന്നുള്ളത് കരുതാൻ വയ്യ. ഒപ്പം ഇത് പിണറായിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടം, അതിനെ ഒരുമിച്ച് നിൽക്കണം, താങ്കൾ വൈകാരികമായി പ്രതികരിക്കരുത് എന്നുള്ളതൊക്കെ വന്ന് പറയുകയായിരുന്നു. ഒരു അനുനയ നീക്കം തന്നെയായിരുന്നു ഉദ്ദേശം. പക്ഷേ ഈ ഘടകകക്ഷിയാക്കണം എന്നുള്ള കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് PV അൻവർ നേരത്തെ വ്യക്തമാക്കിയതുകൊണ്ട് അതേ കാര്യത്തിൽ തട്ടി തന്നെ ആ ചർച്ച അവിടെ തന്നെ അവസാനിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ PV അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക്, അത് തീർത്തും വ്യക്തിപരമായി എനിക്ക് അങ്ങനെ തോന്നി എന്നതിനപ്പുറമായി അദ്ദേഹത്തിൻ്റെ പുറകിൽ, ആ കൂടിക്കാഴ്ചയ്ക്ക് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് UDFിനെ സംബന്ധിച്ച് അത് അത്തരത്തിലൊരു ചർച്ചകൾക്ക് അവിടെ തുടക്കം ആയിട്ടുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആ കൂടിക്കാഴ്ചയെ വിട്ടൊഴിയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം നിലയ്ക്ക് ഇത്ര നിർണായകമായൊരു സമയത്ത്, ഇത്ര നിർണായകമായൊരു തീരുമാനം PV അൻവർ എടുത്തു നിൽക്കുന്ന ഒരു സമയത്ത് ഒരു അനുനയ നീക്കത്തിന് വ്യക്തിപരമായി വരുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നു. അതൊരു പുകയായി തന്നെ UDFിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് സാരമാണ്. പക്ഷേ നേതാക്കളെല്ലാം തന്നെ അതിനെ വിട്ടുകളയുകയാണ് ഇപ്പോൾ പ്രാഥമികമായി ചെയ്യുന്നത്. ഉന്മേഷ്, വിപിൻ, അപ്പോൾ അതിനെ LDF ഇതിനോടൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ DYFIയുടെ ഒക്കെ പരിഹാസ പോസ്റ്റാണ് ഈ വീരവാദം പറയുന്നവർ രാത്രിയിൽ പോയി കാലുപിടിക്കുന്നു എന്നുള്ള തരത്തിലാണ്. ഇപ്പോൾ മന്ത്രി P രാജീവിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഗതികേട് എന്ന് M സ്വരാജ് പ്രതികരിക്കുന്നു. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തുടങ്ങിയല്ലോ LDF ഇതിനോടകം തന്നെ വിപിൻ. തീർച്ചയായും ഇനിയുള്ള പ്രചാരണ ദിവസങ്ങളിൽ അതൊരു പ്രധാനപ്പെട്ട ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഇടതുപക്ഷ പ്രൊഫൈലുകളിലൊക്കെ ഈ ദൃശ്യങ്ങൾ ആദ്യം തന്നെ പ്രചരിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ രാവിലെ ഒരു നിലപാട്, രാത്രി ഇതാ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ അത് UDFിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയുമ്പോൾ ഈ PV അൻവറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനു മുൻപ് രംഗത്ത് വന്നിരുന്നു. പിന്നീട് അദ്ദേഹം ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൽ ഇന്നിപ്പോൾ അത് വ്യക്തമാക്കുന്നു
വ്യക്തമാക്കുന്നില്ല, അത് വ്യക്തിപരം എന്നുള്ളതിൽ മാത്രം ഒതുക്കുകയുമാണ്. അപ്പോൾ LDF-നെ സംബന്ധിച്ച് അതൊരു വീണ് കിട്ടിയ ആയുധമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ കാര്യത്തിൽ കൂടുതൽ സജീവമായിട്ട് ഇടപെടും. ഇന്നലെ VD സതീശനെ അത്രയേറെ രൂക്ഷമായ ഭാഷയിലായിരുന്നു PV അൻവർ വിമർശിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ തന്നെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചയാൾ എന്നുൾപ്പെടെ വിളിച്ചു. അങ്ങനെയുള്ള ഒരു പകൽ അവസാനിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലൊരാൾ സജീവമായി തന്നെ നിൽക്കുന്ന യുവനിരകളിൽപ്പെട്ട ഒരാൾ വീട്ടിലേക്ക് വരികയും അദ്ദേഹവുമായി 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തുന്നത്. വ്യക്തിപരം എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത്ര സമയം എന്തായിരുന്നു ആ കൂടിക്കാഴ്ച? അതൊരു അനുനയ നീക്കം തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞും UDF ഒരു നിലപാടെടുക്കുന്നു, ഇപ്പുറത്ത് യുവനിരയിൽപ്പെട്ടവർ മറ്റൊരു നിലപാടുമായി വീണ്ടും സമവായ ചർച്ചകൾക്ക് വരുന്നു എന്നുള്ളതൊക്കെ ഒരു ആശയക്കുഴപ്പം UDF-ൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രാവിലത്തെങ്കിലും ഒരു ചെറിയ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യവുമാണ് ഉന്മേഷ്. ശരി വിപിൻ, ഏതായാലും അത് മണ്ഡലത്തിൽ ചർച്ചയാകുന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് ഒന്നടങ്കം ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നു. LDF അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ.